പിണറായി വിജയൻ ഈ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് രാജിവെക്കണം എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ജനവിശ്വാസം നഷ്ടപ്പെട്ടൊരു മുഖ്യമന്ത്രിക്ക് നിങ്ങൾ ഒന്നും ഓർക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് വാർഡുകളൊക്കെ ഡിവിഷനുകളും ഒക്കെ ഒരുപാട് റീസെറ്റിൽ ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ചെയ്തിട്ട് പോലുമാണ് ഈ റിസൾട്ട് നിങ്ങൾ ഓർക്കണം. ഒക്കെ ജയിക്കേണ്ടുന്ന പല വാർഡുകളും കട്ട് ചെയ്ത് അപ്പം ഇപ്പുറം CPM-ന്റെ കൂടെയിട്ട് പല വാർഡുകളും നമുക്ക് നഷ്ടപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുമൊക്കെ മറികടന്നാണ് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ നേട്ടം. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പിടിച്ചെടുത്ത് തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഒപ്പത്തിനൊപ്പമാണ്. ഒരു സീറ്റ് വർദ്ധിപ്പിച്ച് മയ്യിൽ ജില്ലാ പഞ്ചായത്തിലെ ഡിവിഷൻ പിടിച്ചെടുത്തു. ഉദയഗിരി, പയ്യാവൂർ, ചെറുപുഴ, കണിച്ചാർ, കേളകം, ആറളം, നാറാത്ത്, കുന്നൂത്തുപറമ്പ് 8 പഞ്ചായത്തുകൾ ഞങ്ങൾ പിടിച്ചെടുത്തു. മൊത്തം 21 പഞ്ചായത്തിൽ ഞങ്ങൾ വിജയിച്ചു. ഗ്രാമപഞ്ചായത്തിൽ അതുകൊണ്ട് ഞങ്ങളിവിടെ കണ്ണൂരിൽ വളരെ ശക്തമായ ഒരു ശക്തിയായി നമ്മൾ വളർന്നു വന്നു എന്ന റിസൾട്ട് നിങ്ങൾ വിലയിരുത്തുമെന്നാണ് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഭയപ്പാടും ആശങ്കയുമില്ല ഭാവി രാഷ്ട്രീയത്തെ നേരിടാൻ. ഇടതുപക്ഷത്തിൻ്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ജനങ്ങൾ നെഞ്ചിലേറ്റ് നടക്കുന്നു എന്നത് സന്തോഷകരമായൊരു വാർത്തയാണ്. അതിൻ്റെ റിസൾട്ടാണ് ഈ വിജയം എന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. ജനവിശ്വാസം നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, നമുക്ക് സന്തോഷമുണ്ട്. സംഘടനാ രംഗത്ത് പ്രവർത്തനങ്ങൾ ശക്തമാക്കി മുൻപോട്ട് പോകാൻ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഇനിയും അങ്ങോട്ട് മുൻപോട്ട് പോകും എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് പിണറായി വിജയനോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് മാന്യതയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യത്വമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചു പോകണം എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങളുടെ ഉപദേശം. നമുക്കിവിടെ പ്രതീക്ഷക്കപ്പുറത്തുള്ള വിജയമാണ്. എല്ലാം കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, ഇവിടെയെല്ലാം നമ്മൾ വളരെ ശക്തമായി നമ്മൾ വന്നില്ലേ എല്ലാ സ്ഥലത്തും. കൊല്ലത്തൊക്കെ എന്ത് മാറ്റാണെന്ന് എനിക്കെന്നെ തിരിയുന്നില്ല. ഞാൻ നിരന്തരം പോകുന്നൊരു ജില്ലയാണ് കൊല്ലം. പക്ഷേ കൊല്ലത്ത് ഇത്തരൊരു റിസൾട്ട് നമുക്ക് അനുകൂലമായിട്ട് വരുമെന്ന് ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അതെല്ലാം വന്നിരിക്കുന്നു. കാരണം ജനത്തിൻ്റെ തീരുമാനമാണ്. ആ ജനത്തിൻ്റെ തീരുമാനത്തിൻ്റെ പിറകിലുള്ള പ്രേരണ ഇടതുപക്ഷത്തോടുള്ള സമീപനമാണ്. ഇടതുപക്ഷം ചെയ്ത പ്രവർത്തനത്തിന് വേണ്ടിയുള്ള റിസൾട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്, റിട്ടേൺസാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് ഐക്യജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഒരു ആശങ്കയുമില്ല. കരുത്തുറ്റ പ്രസ്ഥാനമായി നമ്മൾ മുൻപോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തകന്മാരുടെ മനസ്സിൻ്റെ അകത്ത് ആത്മവിശ്വാസം വളരെയേറെ തുടിച്ചുയർന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലമാണ്. അത് ആരെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ, അതൊരു കാര്യമാണ്. നിശ്ചയമായും അത് ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ ചോദിക്കുന്നു, ഒരു ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി എന്ന് പറയുന്നത് ഒരു നാട് അത്ഭുതമല്ലേ? ഒരു ദേവന്റെ സമ്പത്ത്, ദേവന്റെ സ്വർണം കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു നാട്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ സർക്കാർ ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിച്ചാൽ ശ്രമിച്ചോ? അന്വേഷണം നടത്തിയോ? കൃത്യമായി 2 പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. അതിനപ്പുറത്തോട്ട് 2 പേർക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുമോ? ഇല്ലല്ലോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയൊരു ഗ്യാങ് ഇല്ലേ? അതിനൊരു സംരക്ഷണം ഉണ്ട് എന്നുള്ളൊരു ബോധ്യമില്ലെങ്കിൽ ഇതാരെങ്കിലും ചെയ്യോ? പിണറായി വിജയൻ്റെ സ്വന്തമായി അടുത്ത് നിൽക്കുന്ന 2 പേരാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഗത്യന്തരമില്ലാത്തത് കൊണ്ട് അറസ്റ്റ് ചെയ്തതാണ്. തുടർച്ചയായി എത്രയോ പേര് അറസ്റ്റ് ചെയ്യാനുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാൻ പോകുന്നുമില്ല, ചെയ്യാനൊട്ട് താല്പര്യമില്ല അവർക്ക്. അതുകൊണ്ട് അതൊക്കെ ജനം വിലയിരുത്തിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശബരിമല അയ്യപ്പൻ്റെ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നമാണ്. മനസ്സിൻ്റെ അകത്ത്, ഭക്തജനങ്ങളുടെ മനസ്സിൻ്റെ അകത്തൊക്കെ ഒരു വൂണ്ടഡായ ഒരു സംഭവമാണ് ആ സംഭവം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മറക്കാനൊരു ശ്രമം നടത്തി നോക്കി അവർ, പക്ഷേ നടന്നില്ല. അതും ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ. രാഹുലിൻ്റെ പ്രശ്നവും ഈ പ്രശ്നവും തമ്മിൽ എന്ത് ബന്ധം? അത് വേറെ, ഇത് വേറെ. രാഹുലിൻ്റെ കാര്യത്തിൽ രാഹുൽ നമ്മൾ പാർട്ടി തള്ളി പറഞ്ഞില്ലേ, നടപടി എടുത്തില്ലേ? അതിൻ്റെ പുറത്ത് എന്താ ചെയ്യേണ്ടത്? ഒരു പാർട്ടിക്കകത്ത് കണ്ട തോന്നിയവാസം കാണിച്ചാൽ പാർട്ടി കച്ചടക്ക നടപടി എടുക്കുക എന്നല്ലാതെ അവനെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ? നമുക്ക് പറ്റില്ലല്ലോ. നടപടി എടുത്തു പാർട്ടി. ആ നടപടി ഇപ്പോഴും നിലനിൽക്കുന്നു. ആർക്കും ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത വിധം ഒരാളും ചോദിക്കാൻ ഇന്ന് ഉണ്ടായിട്ടില്ല രാഹുലിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും നമുക്ക് ഒരു പിഴവും പറ്റിയിട്ടില്ല. KPCCയുടെ എല്ലാ തീരുമാനങ്ങളും വളരെ മീനിങ് ഫുൾ തീരുമാനങ്ങളായിരുന്നു. വളരെ വെൽ തിങ്കിങ് റിസൾട്ടാണ് അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ട് ഊർജം കൂടി എന്നല്ല, ഞങ്ങൾ വരും.
അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF വന്നിരിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കം വേണ്ട. ഇല്ലെങ്കിൽ കെ സുധാകരൻ നമുക്ക് മുഖാമുഖം കണ്ട് സംസാരിക്കാം. വന്നിരിക്കും. യുഡിഎഫിന്റെ വലിയ മുന്നേറ്റം പറയുമ്പോഴും തിരുവനന്തപുരത്ത് BJP നഗരസഭ കോർപ്പറേഷൻ ഭരണം പിടിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണം BJPക്കാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. അവിടെ BJP കുറെ കാലമായി അവിടെ സെറ്റിൽ ചെയ്ത് നിൽക്കുകയാണ്. അതിനകത്ത് CPMന്റെ പിന്തുണയുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിരിക്കുന്ന വാർത്ത. ഞാനിത് 2-3 അവിടുത്തെ നമ്മുടെ പ്രവർത്തക നേതാക്കന്മാരെ വിളിച്ച് സംസാരിച്ചപ്പോൾ CPMന്റെ പലരും BJPയോടൊപ്പം നിൽക്കുന്നു, BJPക്ക് വോട്ട് ചെയ്യുന്നു എന്നതാണ് രാഷ്ട്രീയം എന്നതാണ് സത്യം. അത് അവിടെ BJPക്കാരെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. CPMകാരെ അവർ തമ്മിൽ നല്ല ബന്ധത്തിലാണ് അവിടെ തിരുവനന്തപുരം ജില്ലയിൽ. ഞങ്ങൾ ഇവിടുത്തെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ അടുക്കും ചിട്ടയോടും കൂടി നമ്മൾ എല്ലാ ഡിവിഷനിലും നേരിട്ട് പോയി അവിടെ പ്രവർത്തകന്മാരെ വിളിച്ചു ചേർത്ത് അവരുടെ വിചാരങ്ങൾക്ക് അനുസൃതമായ തീരുമാനമെടുത്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ വർക്കുമായിട്ട് പോയത്. കൃത്യമായ സ്ഥാനാർത്ഥിത്വം, നമ്മൾ ഒരാൾക്കും വിമർശിക്കാൻ സാധിക്കാത്ത സ്ഥാനാർത്ഥികളാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാം. കണ്ണൂർ കോർപ്പറേഷൻ്റെ ചുമതലക്കാർ എന്ന നിലയിൽ പൂർണ്ണ സംതൃപ്തരാണ് നമ്മളെന്ന് പറയാണ് ഞാനും മാർട്ടിൻ എല്ലാ രാവ് പകലും മാർട്ടിൻ ഇതിനു വേണ്ടി DC പ്രസിഡന്റ് എന്ന നിലക്ക് അദ്ദേഹം ചെയ്ത ത്യാഗം വളരെ വലിയ ത്യാഗമാണ്. അതെല്ലാ പ്രവർത്തകന്മാർക്കും അറിയാം. ഞാനും അത് നെഞ്ചിലേറ്റുന്നു. എല്ലാ പ്രവർത്തനത്തിനും കിട്ടിയ ഒരു റിസൾട്ടായിട്ടാണ് ഞാൻ ഈ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കണ്ണൂരിൽ ഞാൻ നോക്കിക്കാണുന്നത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്.